അനിൽ പിളയിൽ. ഇപ്പോൾ പാദപൂജയ്ക്കെതിരെ വലിയ വിമർശനമാണ് സംസ്ഥാനത്തുടനീളം ഉള്ളത്. അതുമാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുകയാണ്. ബാലാവകാശ കമ്മീഷന്റെ കേസ് ഒരു വശത്ത്. പിന്നെ സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കർശനമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്കൂളുകളിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇതിനെ ഏത് രീതിയിലാണ് നിങ്ങൾ എതിർക്കുന്നത്? ഇത് പാദപൂജയാണോ അതോ ഗുരുവന്ദനമാണോ, ഗുരുക്കളെ ആദരിക്കലാണോ? എന്താണ് യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ കണ്ടത്? വീടും വെട്ടിയെടുത്ത ഒരു സംസ്കാരമുള്ള ആൾക്കാരാണ് ഈ പാദപൂജ എന്ന വാക്കിന് വ്യാപകമായിട്ടുള്ള പ്രചാരം നൽകുന്നത്. ഇത് ഗുരുപൂജയാണ്, ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്. ഗുരുപൂജയും ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട ചടങ്ങില് ഗുരുവിന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക എന്നുള്ള ഒരു കാര്യക്രമം തന്നെ ഉണ്ട്. അതിനകത്ത് യാതൊരു തെറ്റുമുള്ളതായിട്ട് ഈ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും സമ്മതിച്ചു തരത്തില്ല. ഒരു തെറ്റുമുണ്ടെന്ന് ആരും പറയത്തില്ല. ഇതിനകത്ത് എന്താണ് ഈ ന്യൂസ് 18 പോലുള്ള ചാനലുകൾ ദയവായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട, കേരളം അനുഭവിക്കുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ, വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ധാരാളം പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ പറ്റി ചർച്ച ചെയ്യാതെ വളരെ നിരുപദ്രവകരമായിട്ടുള്ള, യാതൊരു കുഞ്ഞിനും യാതൊരു പ്രശ്നവും, ശാരീരികവും മാനസികവും ബൗദ്ധികവുമായി യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു ഗുരുപൂജ ചടങ്ങിനെ പറ്റി ഇത്രമാത്രം ചർച്ച ചെയ്യാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അല്ല, ഗുരുപൂജ ചടങ്ങിനെതിരെ ഈ ചടങ്ങിനെതിരെ കേസെടുത്തതിനെ കുറിച്ചാണ് ചർച്ച. അത് മാത്രമല്ല, ഇതിൽ സ്കൂളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അത് എത്രയോ സ്കൂളുകളിൽ ഈ ഗുരുപൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രതികരിക്കുകയും കേസ് ബാലാവകാശ കമ്മീഷൻ എടുക്കുകയും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണല്ലോ ഇപ്പോൾ. അല്ലേ, ഇപ്പോൾ സ്കൂളുകളിൽ ഇന്ന് അന്വേഷണത്തിന് ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉദ്യോഗസ്ഥർ എത്തിയല്ലോ അല്ലെ? അന്വേഷണം നടക്കട്ടെ. ഇത് എത്രയോ വർഷക്കാലമായി ഭാരതത്തിലെ തനതായ സംസ്കാരമായിട്ടുള്ള സനാതന സംസ്കാരം ഉത്ഭവിച്ച കാലം തൊട്ട് തന്നെ ഗുരുവിനെ വന്ദിക്കുക, മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിന് തുല്യമായ സ്ഥാനം നൽകിയിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ഭാരതത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആ ഗുരുവിനെ വർഷത്തിൽ ഒരു ദിവസം സ്മരിക്കുകയും ആ ആചാര്യന്റെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഒരു സനാതന സംസ്കാരത്തിന്റെ ഭാഗമെന്ന് മാത്രം ആയിട്ട് ഇതിനെ കാണുന്നതാണ് ഈ കുഴപ്പം വരുന്നത്. ഇത് ഭാരതത്തിന്റെ പാരമ്പര്യമാണ്. ഭാരതത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു ചടങ്ങ് നടത്തിയെന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തില് കേസെടുക്കുക, സ്കൂളുകൾക്കെതിരെ നടപടി നടത്തുക തുടങ്ങിയ ഭീഷണികള് ഈ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ എടുക്കേണ്ടതാണ്. ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ, നൂറനാടാണ് അല്ലെ, ഒരു സ്കൂളിൽ ഒരു BJP നേതാവിന്റെ കാൽ കഴുകിയിരുന്നു കുട്ടികൾ. BJPയുടെ സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയുടെ കാൽ കഴുകിയിരുന്നു, KK അനൂപ്. അദ്ദേഹം മുതിർന്ന ഗുരുക്കന്മാരെ ആദരിക്കുക എന്നുള്ളതാണല്ലോ, കാൽ കഴുകി പാദപൂജ ചെയ്ത് ആദരിക്കുക എന്നുള്ളത്. അതിൽ എങ്ങനെയാണ് ഈ ജില്ലാ സെക്രട്ടറി BJPയുടെ ഉൾപ്പെട്ടത്? ഞാൻ പറയാം, ഒരാള് ഒരു സ്കൂളിൽ പഠിപ്പിച്ച അല്ലെ കോളേജിൽ പഠിപ്പിച്ച ഒരാൾ തന്നെ ആകണം അധ്യാപകനെന്ന് ശഠിക്കുന്നവരാണ് ഇപ്രകാരമുള്ള ചർച്ചയിലേക്ക് പോകുന്നത്. അദ്ദേഹം BJP നേതാവായി പോയി. അദ്ദേഹം കഴിഞ്ഞ ഏകദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആ വിദ്യാലയം നടത്തുന്ന അതിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളിൽ ഒരാളാണ്. അദ്ദേഹം എത്രയോ ക്ലാസുകൾ അവിടുത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട നൈതികമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്നു. ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ അദ്ദേഹം എടുക്കുന്നു. ഗുരുക്കന്മാരെ ആദരിക്കുന്നതൊക്കെ പാദപൂജ നടത്തുന്നു. പക്ഷേ ഇതാണ് അതിനകത്ത് വിവാദമായത്. ഈ BJP നേതാവിന് എങ്ങനെ അവിടെ ഇടം കിട്ടി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ പാദപൂജ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചത്, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ചോദ്യം ചെയ്യേണ്ട എന്താണ് കാര്യം? അദ്ദേഹം ഗുരുവല്ല, അദ്ദേഹം അധ്യാപകനല്ല, ഒരു BJP നേതാവ് മാത്രമാണ്. അല്ലല്ല, അത് ശ്രീ മഞ്ജുഷ് ഗോപാൽ, താങ്കൾ ഈ ഗുരു എന്ന സങ്കല്പത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു കൊച്ചുകുട്ടി ഒരു അറിവ് ആർക്കെങ്കിലും പകർന്നു കൊടുത്താൽ ആ കൊച്ചുകുട്ടിയെ പോലും ഗുരുവായിട്ട് കാണാൻ പഠിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. അല്ലാതെ B.Edഉം TTCയും M.Edഉം നേടിയവർ മാത്രമാണ് ഗുരു എന്ന സങ്കല്പം തീർത്തും തെറ്റാണ്. ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഗുരു, അധ്യാപകൻ, വഴികാട്ടി തുടങ്ങി ധാരാളം അർത്ഥങ്ങൾ ഗുരു എന്ന സങ്കല്പത്തിനുണ്ട്. ഒരു വഴികാട്ടിയാണ്. നല്ല ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ ആ ആള് ഗുരുവാണ്. അതൊരു 4 വയസ്സുകാരന്, ഒരു 50 വയസ്സുകാരന് ഒരു അറിവ് പകർന്നു കൊടുത്താൽ 4 വയസ്സുകാരനെയും ഗുരുവായി സങ്കല്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്.
ആ സ്കൂളിലെ പ്രധാന കാര്യകർത്താക്കളിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ല. അതിനെ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയാണ്. കാരണം ഗുരുക്കന്മാരെ പൂജിച്ച ആ ചടങ്ങിന് ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ ഒരു പിന്തുണ കിട്ടത്തില്ല, പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയ ചില ശക്തികളാണ് BJP നേതാവിന്റെ പാദം പൂജിച്ചു എന്ന രീതിയിൽ ഈ ചർച്ചയെ വഴിതെറ്റിച്ചു വിടുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ല. അല്ല, അതിൽ മാത്രമാണ് നിങ്ങൾ പ്രതിരോധത്തിലായി പോയത്. BJP നേതാവിനെ ആ കൂട്ടത്തിൽ കൊണ്ടിരുത്തിയതാണ്.